ടീച്ചേഴ്സിന്റെ അടുത്ത് കുറെ കാലമായി നിങ്ങൾ കേൾക്കുന്ന സാധനം അല്ലെ, എക്സാമിന് ഗ്രാമർ സെഷനിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, യു ഹാവ് ടു ലേൺ ഫ്രേസൽ വെർബ് എന്നൊക്കെ പറയാറില്ലേ. ഓക്കെ, ടുഡേ വി വിൽ ബി ഡിസ്കസിങ് ദാറ്റ് ഫ്രേസൽ വെർബ്. ആ ഫ്രേസൽ വെർബിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നല്ല സിമ്പിൾ ആയിട്ട് നമ്മൾ ഇന്ന് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, റെഡി അല്ലേ? സോ ഫ്രേസൽ വെർബ് പഠിക്കാൻ ഒരു സിമ്പിൾ ട്രിക്കേ ഉള്ളൂ. ആ ഫ്രേസൽ വെർബിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് യെസ് പുട്ട് അക്രോസ്, ഇതാണ് മീനിങ്, മറ്റത് ഇതാണ്, അങ്ങനെ കാണാതെ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ നിങ്ങൾ എന്തായാലും മറന്നു. മീനിങ് ഇങ്ങനെ പഠിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാ. നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, സിമിലർ സാധനമാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്, അപ്പൊ നല്ല സുഖമല്ലേ? അതെ, റിപ്പീറ്റഡ് ആയിട്ടുള്ള സെയിം സാധനം തന്നെ വരാറുള്ളത്. ആ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏതാന്നുള്ളത് മിസ് തന്നെ പറഞ്ഞു തന്നാൽ പിന്നെ കുറച്ചും കൂടി എളുപ്പമായില്ലേ. എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് ഇവിടെ വരുന്ന ഫ്രേസൽ വെർബ്സ്? ആ ഫ്രേസൽ വെർബ് മൊത്തം നിങ്ങൾ പഠിക്കേണ്ട, മിസ് പറഞ്ഞ ഫ്രേസൽ വെർബ് മാത്രം നോക്കി വെച്ചാൽ മതി, സെറ്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അത് തന്നെ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി വരിക. ഒരു 95% മിസ് ഷുവറിറ്റി തരുവാണ് കേട്ടോ. അപ്പൊ ഈ ഫ്രേസൽ വെർബ് തന്നെയാണ് എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പൊ നിങ്ങൾ അതിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ മതി. That's so simple, yaar. Okay, so we are going to some of the meaning of some of the phrasal verbs. Okay, listen. Taken aback. To be taken aback means be shocked. എന്താണ് meaning? Be shocked. Shock ആവുക. Came across എന്ന് പറഞ്ഞാൽ accidentally meet ചെയ്യുക, അപ്രതീക്ഷിതമായിട്ട് കാണുന്നതിനാണ്, കണ്ടുമുട്ടുന്നതിനാണ് എന്ത് പറയാ, came across എന്ന് പറയാം. End up. End up. എപ്പോഴാണ് end up എന്ന് പറയാ? അവസാനിപ്പിക്കുക അല്ലെ, നമ്മൾ അവസാനത്തിൽ എത്തുമ്പോൾ. To reach in a place, അവസാനത്തിൽ എത്തുന്ന സമയത്ത്. Get along. To be friendly. Friendly ആവുക. Get up. എന്താ get up? Raise from the, നമ്മൾ പറയല്ലേ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഫ്രേസൽ verb. Get up, get up. എണീക്ക് പറയലില്ലേ? ഉണ്ട്. Get over. Get over എന്ന് പറഞ്ഞാൽ എന്താ? Recover. എന്തെങ്കിലും അസുഖത്തിൽ നിന്നൊക്കെ നമ്മൾ റിക്കവർ ആയിട്ട് get over എന്ന് പറയും കേട്ടോ. Get through. Get through എന്ന് പറഞ്ഞാൽ successfully. Give up. എന്താ give up? വിട്ടുകൊടുക്കുക അല്ലെ, അതൊക്കെ ഒന്ന് വിട്ടുകൊടുത്തേക്കെന്നൊക്കെ പറയും അല്ലെ. ഓക്കെ, ഗിവൻ. ഗിവൻ എന്ന് പറഞ്ഞാൽ സറണ്ടർ അല്ലെങ്കിൽ കീഴടങ്ങുക എന്ന് പറയും. സെറ്റപ്പ്. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുക, പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുക. ഓക്കെ, പുട്ട് ഓൺ, ടു വെയർ. നിങ്ങൾക്ക് ഒക്കെ അറിയുന്ന ഈസി ആയിട്ടുള്ള ഒരു ഫ്രേസൽ വെർബ് ആയിരിക്കും അല്ലെ. പുട്ട് ഓൺ, ടു വെയർ. പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ, മാറ്റി വെക്കുക. പുട്ട് അപ്പ് വിത്ത്, ഐ കാൻറ്റ് പുട്ട് അപ്പ് വിത്ത് യു പീപ്പിൾ, സഹിക്കുക. മേക്ക് ഔട്ട്, മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ്. ഗോ ഫോർ, ചൂസ് സംതിങ്, എന്തെങ്കിലും ചൂസ് ചെയ്യുക, തിരഞ്ഞെടുക്കുന്നതിനാണ് ഗോ ഫോർ എന്ന് പറയാ. മേക്ക് അപ്പ് വൺസ് മൈൻഡ്. മേക്ക് അപ്പ് വൺസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഡിസൈഡ് ചെയ്യുക, എന്തെങ്കിലും ഡെസിഷൻ, തീരുമാനങ്ങൾ എടുക്കുക. ഇനി അടുത്തത് പുട്ട് അക്രോസ്. വാട്ട് ഡു യു മീൻ ബൈ പുട്ട് അക്രോസ്? എക്സ്പ്ലെയിൻ ആൻ ഐഡിയ, എന്തെങ്കിലും വിവരിച്ചു കൊടുക്കുക. സെറ്റ് ഔട്ട്, സെറ്റ് അപ്പ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. സെറ്റ് ഔട്ടും സെറ്റപ്പ് ഒക്കെ എപ്പോഴും വരാറുണ്ട്. സെറ്റ് ഔട്ട് നിങ്ങൾ എങ്ങനെ ആലോചിച്ചാൽ, സെറ്റ് ഔട്ട് പുറത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെ ആലോചിച്ചാൽ മതി. ടു സ്റ്റാർട്ട് എ ജേർണി. ഓക്കെ, സെറ്റപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ടേൺ ഡൗൺ, ടേൺ ഡൗൺ, റിജക്ട്. ടേൺ അപ്പ്, അറൈവ്, എത്തിച്ചേരുക. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ക്വസ്റ്റ്യൻസ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കിട്ടും, ഫ്രേസൽ വെർബ് എവിടെ, അപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്യുക. എന്നിട്ട് അതിൽ ഫ്രേസൽ വെർബിന്റെ യെസ് ഈ മീനിങ് ഒക്കെ എനിക്ക് അറിയാലോ. അപ്പൊ നിങ്ങൾ മീനിങ് പെട്ടെന്ന് അതിന് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് നിങ്ങൾ പാസേജ് വായിക്കുക. പാസേജ് വായിക്കുമ്പോൾ എന്തായാലും ടെക്സ്റ്റിലുള്ള പാസേജ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കുക. സ്റ്റോറി നിങ്ങൾക്ക് അറിയാം, അപ്പൊ നിങ്ങൾ സുഖമായിട്ട് എഴുതാൻ പറ്റും, ഉറപ്പാണ്, മിസ്സിന്റെ ഗ്യാരണ്ടി ആണ്. ഓക്കെ, സോ ലിസൺ. നമുക്ക് ആദ്യം ഇത് വായിച്ചിട്ട് ഇതിന്റെ എന്ത് എഴുതി വെക്കാം, മീനിങ് എഴുതി വെക്കാം. ഓക്കെ, ലിസൺ. പുട്ട് അപ്പ് വിത്ത്, എന്താ പുട്ട് അപ്പ് വിത്തിന്റെ മീനിങ്? സഹിക്കുക അല്ലെ, ടോളറേറ്റ് ചെയ്യുക, ടോളറേറ്റ്. Go on. എന്താ go on എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ, തുടരുക, കണ്ടിന്യൂ. Turn down, reject. Go for. എന്താ go for എന്ന് പറഞ്ഞാൽ go for എന്ന് പറഞ്ഞാൽ ഇപ്പം അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്യുക എന്നൊക്കെ പറയും കേട്ടോ. Go for, compete. Turn up. What was turn up? Arrive, എത്തിച്ചേരുക. ഓക്കെ, നമ്മൾ മെല്ലെ പാസേജ് വായിച്ചു നോക്കാം. A lot of people dashed watching the shooting of a film. എന്തായിരിക്കും? ഒരേ ധാരാളം ആൾക്കാർ ഫിലിമിന്റെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി അറൈവ് ചെയ്തു, എത്തിച്ചേർന്നു. അപ്പൊ ഏതാ? ടേൺ അപ്പ്. സിമ്പിളായി, ഒന്നാമത്തെ കിട്ടി. ഇത്ര പണിയുള്ളൂ. The film crew dash requesting the people to clear the field. ഫിലിം ക്രൂ അവിടെയുള്ള ആൾക്കാരോടൊക്കെ എന്ത് ചെയ്യുന്നു, പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെ. അവരോട് എന്താ ചെയ്യുന്നത്? അവരെ സഹിക്കല്ല ചെയ്യുന്നത്, കണ്ടിന്യൂ അല്ല, റിജക്റ്റ് ചെയ്യല്ല, ഗോ ഫോർ അല്ല,
ഗോ ഓൺ ഉണ്ടല്ലോ, ഗോ ഓൺ, യെസ് ഗോ ഓൺ ഉണ്ട്, കണ്ടിന്യൂ അല്ലെ, തുടർന്നുകൊണ്ടിരിക്കുക അല്ലെ, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ, ഗോ ഓൺ. അപ്പൊ നിങ്ങളെ പാസ്റ്റ് ടെൻസിൽ എഴുതണം കേട്ടോ, അത് പറഞ്ഞുപോയി, ഇത് ഫുൾ പാസ്റ്റ്. ടേൺ ഡൗൺ, ഗോ ഓൺ ഉള്ളത് നമ്മള് വെന്റ് ഓൺ എഴുതണം കേട്ടോ. അവര് പിന്നെയും പറഞ്ഞോണ്ട് തുടർന്നോണ്ടിരിക്കുക അല്ലെ പറയുന്നത്. ദെൻ ബട്ട് ഓൾ ദ റിക്വസ്റ്റ് വെയർ, പക്ഷെ അവര് കേട്ടിട്ടുണ്ടായിരുന്നോ പറഞ്ഞത്? ഇല്ല. ബട്ട് ഓൾ ദ റിക്വസ്റ്റ് വെയർ ഡാഷ് ബൈ ദ ബിഗ് ക്രൗഡ് ദാറ്റ് അസംബിൾഡ് ദേർ. അവിടെയുള്ള ബിഗ് ക്രൗഡ് അവര് പറഞ്ഞതൊന്നും കേട്ടില്ല, പറഞ്ഞതൊക്കെ എന്തായി? വെറുതെ ആയത്. ദേ ഓൾ റിജക്ട് ചെയ്തു. റിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടേൺഡ് ഡൗൺ. പാസ്റ്റിൽ എഴുതുക കേട്ടോ, ടേൺഡ് ഡൗൺ. Okay. But when the tiger emerged from the cage and dashed the crowd. Crowd എന്താ ചെയ്തത്? അറ്റാക്ക് ചെയ്യല്ലേ, അറ്റാക്ക് ചെയ്തു, കോമ്പീറ്റ് ചെയ്തു അല്ലെ. അറ്റാക്ക് ഓർ കോമ്പീറ്റ് ഇതൊക്കെ എന്താണ്? ഗോ ഫോർ ആണ്. ഗോ ഫോറിന്റെ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗോ വെന്റ്. അപ്പൊ ഗോ ഫോർ എന്നുള്ളത് വെന്റ് ഫോർ. സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് മീനിങ് ആദ്യം നോക്കാം. പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സ്പ്ലെയിൻ ആൻ ഐഡിയ അല്ലെ, എന്തെങ്കിലും ഐഡിയ വിവരിക്കുന്നതിനാണ് എക്സ്പ്ലെയിൻ ആൻ ഐഡിയ. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോവാ അല്ലെ, സ്റ്റാർട്ട് എ ജേർണി. ടേൺ ഔട്ട്, ടേൺ ഡൗണും ടേൺ അപ്പും ടേൺ ഔട്ടും ഒക്കെ വേറെ ആട്ടോ. ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാന്നുള്ളതാട്ടോ, ടു ഡെവലപ്പ്. ടേൺ ഡൗൺ, റിജക്ട്. സെറ്റ് അപ്പ്, എസ്റ്റാബ്ലിഷ്. ഇനി സെൻഡ് ഫോർ എന്ന് പറഞ്ഞാല് ആരോടെങ്കിലും വരാൻ വേണ്ടിട്ട് റിക്വസ്റ്റ് ചെയ്യുക കേട്ടോ. ടു റിക്വസ്റ്റ് ടു കം, ഓക്കെ. ഇനി ഫസ്റ്റ് റായ്, സത്യജിത് റായ് ആണ്. ഡാഷ് ടു മീറ്റ് ദ മാനേജർ ഹോപ്പിംഗ് ദാറ്റ് ഹി വുഡ് ഗെറ്റ് എ ടൈഗർ ഫോർ ഷൂട്ടിംഗ്. സോ ടൈഗറിനെ കിട്ടുമെന്ന പ്രതീക്ഷയോട് കൂടി മാനേജറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യാത്ര തുടങ്ങുക അല്ലെ. അപ്പം സ്റ്റാർട്ട് ചെയ്യാണ്, ഒരു ജേർണി തുടങ്ങാണ്. അപ്പൊ ഏതാണ് വരിക? ഏതാണ് വരിക? നമ്മുടെ സെറ്റ് ഔട്ട് ആണ്. നമ്മൾ സെറ്റ് ഔട്ട്. ഇനി ഹി ഡിഡ് നോട്ട് ഹാവ് അനദർ പ്ലാൻ. വേറെ പ്ലാൻ ഒന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഇഫ് ദ സർക്കസ് മാനേജർ ഡാഷ് ഹിസ് റിക്വസ്റ്റ്, അവന്റെ റിക്വസ്റ്റ് എന്തോ ഒന്ന് ചെയ്താല് അവന് വേറെ പ്ലാൻ ഒന്നുമില്ല, എന്ത് ചെയ്താല്? റിജക്ട് ചെയ്താല് ടേൺ ഡൗൺ. സിമ്പിൾ ബി. ഇനി അടുത്ത, സോ ഹി മാനേജ്ഡ് ടു ഡാഷ് ഹിസ് നീഡ്സ് ആസ് എഫക്റ്റീവ്ലി. അതുകൊണ്ട് അവന്റെ ആവശ്യങ്ങള് മാനേജറിനോട് എഫക്റ്റീവ്ലി എത്തിക്കാൻ പറയുമ്പോൾ എന്താണ്? ആ ഐഡിയ എഫക്റ്റീവായിട്ട് പറയണം അല്ലെ. അപ്പം ആ ഐഡിയ എക്സ്പ്ലെയിൻ ചെയ്തു, നല്ല മനസ്സിലാവുന്ന രീതിയിൽ, അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. എക്സ്പ്ലെയിൻ ചെയ്യുക എന്താണ്? പുട്ട് അക്രോസ്. ദെൻ the manager immediately dash Mr. Thorat. Mr. Thoratനെ വിളിച്ചതല്ലേ, ഒരാളോട് വരാൻ വേണ്ടിട്ട് പറഞ്ഞതല്ലേ. അപ്പം send for. Who dash to be the ringmaster? എന്താടാ? Who turned out. അദ്ദേഹം ആരാണ്? Who turned out to be the ringmaster. Turned out എന്ന് എഴുതണം കേട്ടോ. ഈ ആണ് ഇവിടെ. നമ്മൾ ഏതാ പതിയിൽ എഴുതാതെ? ABC. സെറ്റപ്പ് വന്നില്ല അല്ലേ? ഓക്കെ. സെറ്റപ്പ് മാത്രം നമുക്കൊരു അധികമായിരുന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതിയടാ? നിങ്ങൾ എഴുതുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻസ് മോർ പ്രാക്ടീസ് ചെയ്യുക. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മളെ മാരത്തോണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാലോ. ഓക്കെ, റെഡി ആണല്ലോ? സോ ദാറ്റ്സ് ഓൾ. ടേക്ക് കെയർ ആൻഡ് ബൈ.